Cock, Echo from the Infinite Chronicles of Kuriyachan, Dinjit Ayathan and Bahul Ramesh. Once again reunited. Class, such a cinematic experience. ഇതൊരു സിനിമ കണ്ടിട്ട് നമുക്കൊരു സിനിമ കണ്ട സാധനമല്ലേ. അതായത് വെറും സ്റ്റോറി ടെല്ലിങ്ങും ആക്ടിങ്ങും മറ്റേ അത് അങ്ങനെയല്ല. സിനിമ അതിൻ്റെ ഒരു ഈസ്തെറ്റിക്, അതിൻ്റെ ഒരു വിഷ്വൽ, അതിൻ്റെ എല്ലാ തലങ്ങളും ഇങ്ങനെ വന്നിട്ട് അവസാനം ഒരു രോമാഞ്ചം, അൾട്ടിമേറ്റ് രോമാഞ്ചം. ഈ ബാഹുൽ രമേശിൻ്റെ റൈറ്റിംഗ് രീതി അറിയാലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്, ഇൻഡസ്ട്രിയലിലെ സ്കോർ വെച്ചിട്ട്, ഒറിജിനൽ സ്കോർ വെച്ചിട്ട് അദ്ദേഹം എഴുതുന്നു. അതേ ഒരു മൂഡ് നമുക്ക് കിട്ടും, അതേ ഒരു മൂഡ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആനിമൽ ട്രിലജി, കിഷ്കിന്ധാകാന്ഡം, കൊരങ്ങൻ, മറ്റേ കേരള ക്രൈം ഫയൽ 2 അതിൽ പട്ടികൾ, ഇതിലും പട്ടികളാണ്. ഇത് ട്രിലജിയിലെ മൂന്നാമത്തതോ അവസാനത്തോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. അതായത് നമ്മളെങ്ങനെ ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇങ്ങനെ ടെമ്പറമെൻ്റ് നിർത്തി സ്ലോ ബേണിങ്ങിൽ ഇങ്ങനെയായിട്ട് അവസാനം നമ്മളെ അങ്ങ് വേറെ ലെവലിൽ, നമ്മൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല നമ്മളെ. അങ്ങനത്തെ പരിപാടി കിഷ്കിന്ധാകാന്ഡം നിങ്ങൾ കണ്ടതാണല്ലോ. സെയിം മോഡ് ഓഫ് കേരള ക്രൈം ഫയൽ 2 വെബ് സീരീസ് ആണ്. എത്ര പേര് കണ്ടിട്ട് എനിക്കറിയില്ല. അതും തന്നെയാണ് എൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ, ഇതാണ് ഇങ്ങനെ സ്ലോ ബേണിംഗ് ആയിട്ട് ഇങ്ങനെ കയറി പോയിട്ട് അവസാനം ഒരാളി കത്തിക്കില്ല. അത് തന്നെയാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. മുജീബ് മജീദ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. ഇതിൽ പാട്ടുകളൊന്നുമില്ല. ആ മൂഡാണ് സിനിമയുടെ മൂഡ് എന്ന് പറയുന്ന ഇതാണ് സിനിമ. അപ്പം അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഒരു ലാസ്റ്റൊക്കെ ഉള്ള സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡത്തിലെ പോലെ തന്നെ സെയിം ടീമാണ് ഇവർ. അതേപോലെ തന്നെയുള്ള സ്കോറിങ് ഞാൻ പറഞ്ഞില്ല. ഒരു ഹാൻസിമറായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. അതെല്ലാം പറഞ്ഞ ആ ഒരു മൂഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. മുജീബ് മജീദ്, DOP ഇദ്ദേഹം തന്നെ, ബാഹുൽ രമേശ് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവാലോചിക്കണം. മെച്ചാതി സിനിമാറ്റോഗ്രാഫി, സൂരജ് ES എഡിറ്റിങ്, വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി. സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അനക്കം വരെ നമുക്ക് കിട്ടും. പട്ടികളുടെ സൗണ്ട് മൊത്തത്തിൽ ഇത് പിന്നെ MRK ജയറാം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിവതും നല്ല തിയേറ്ററിൽ നിന്ന് അറ്റ്മോസിൽ, വലിയ സ്ക്രീനിൽ, PXL അല്ലെങ്കിൽ എപ്പിക്കിലോ അങ്ങനെ. അതായത് നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇത് ഉള്ളിലേക്ക് കാണുന്നത് കാടാണ്. ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിക് സാധനം. അത് ഒരു അറ്റ്മോസ്ഫിയറിക് സ്റ്റോറി ടെല്ലിങ് പരിപാടി. അതിൻ്റെ സെറ്റിങ്, ജോഗ്രഫിക്കലായിട്ടുള്ള സാധനം, ആ ഒരു കാട്, അവിടെയുള്ള ഇത് മിസ്റ്ററി ഡ്രാമ ത്രില്ലറാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിഗൂഢത, ഏകാന്തത, അവിടെയുള്ള കാറ്റ്, പട്ടികൾ, അവിടെയുള്ള സൈലൻസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഹിൽ സ്റ്റേഷൻ ഓൾവേസ് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സ് ഇറങ്ങിയിട്ടുള്ളത്, പിന്നെ ഈ എസ്പെഷ്യലി മിസ്റ്ററീസാണ് ഇറങ്ങിയിട്ടുള്ളത് ഹിൽ സ്റ്റേഷൻ പിന്നെ ടെറൈനായിട്ടാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ. പക്ഷെ അതിങ്ങനെ ഒപ്പിയെടുത്തേക്കുക. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക്കാണ് സാധനം. അതായത് ആ ഒരു പ്രദേശം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബേസാണ്. അവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഫീല് കിട്ടുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ പെർഫോമൻസ്, സന്ദീപ് പ്രദീപ്, നെക്സ്റ്റ് ബിഗ് തിങ് ഫോർ ഷുവർ. കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അഭിനയിക്കാറിയാം, നന്നായിട്ട് അഭിനയിക്കാറ്. അത് കട്ട ലോക്കലായിട്ടുള്ള ക്യാരക്ടറാണ്. അത് പുള്ളി മുൻപ് കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് ഒരു സാമ്യമില്ല. പക്ഷെ എന്ത് കൂളായിട്ട്, എന്ത് നാച്ചുറലായിട്ട്, അത്ര സറ്റിലായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. അത് ഭയങ്കര ഗ്രേഷ്യായിട്ടുള്ള, മൾട്ടി ലെയർഡായിട്ടുള്ള, ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉള്ള, പിന്നെ ഒരുപാട് കുറേ സംഭവമുണ്ട്, മുഴുവൻ പറയാൻ കഴിയില്ല, സ്പോയിലറാണ്. അപ്പോൾ അങ്ങനെ ആ റോളെടുത്ത് പുള്ളി വളരെ നമുക്ക് മനസ്സിലാവും, ക്യാരക്ടർ മനസ്സിലാവും നമുക്ക്. അങ്ങനെ ചെയ്ത് വെച്ചേക്കുക. അതാണ് പറഞ്ഞത് നെക്സ്റ്റ് ബിഗ് തിങ് ഫോർ ഷുവർ. കാരണം അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാം, നമ്പർ 1. നമ്പർ 2 അദ്ദേഹത്തിൻ്റെ പിന്നെ ഓറ, സ്ക്രീൻ പ്രസൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ മറ്റേ പടത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫാലിമി കണ്ട സമയത്തെ ബേസിൽ അനിയനായിട്ട് അഭിനയിച്ച സമയത്ത് ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചും കൂടെ ഇപ്പം ഫിസിക്കലി കൂടി സ്ട്രോങ് ആയി, ഫൈറ്റ് ചെയ്യും നന്നായിട്ട്. ഷുവർലി അദ്ദേഹത്തിന് നന്നായിട്ട് ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ് സന്ദീപിന്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഇതിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞെട്ടിച്ച് നമ്മളെ വിനീത് നമ്മൾ തകജെന്നൊക്കെ, പുള്ളി ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ്, തകജെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈസ് എൻ അബ്സല്യൂട്ട് ആക്ടർ. അദ്ദേഹം പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പണ്ട് മുതലേ. മഴവില്ല് ഒക്കെ ചെയ്തിട്ടില്ലേ, ആ റേഞ്ചിലുള്ള സാധനം. അതിൻ്റെ മുകളിലുള്ള പല സീൻസ് പുള്ളി ഒറ്റയ്ക്ക് നിന്ന് അഭിനയിക്കുന്നുണ്ട്. പുള്ളിയും ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഈ സിനിമ മൊത്തം മിസ്റ്റീരിയസ് ആണ്. അങ്ങനെയുള്ള കുറേ ക്യാരക്ടർ, സുനിൽ നരേൻ്റെ ക്യാരക്ടർ കിടും, അശോകൻ
അശോകനൊക്കെ എന്ത് കിടലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ അഭിനയിച്ച ഓരോ ആളുകളും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള. പിന്നെ ഇതിൽ കുര്യച്ചനായിട്ട് അഭിനയിച്ച ആൾക്ക് കുറച്ച് വയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വയ്യാത്ത ഒരു വിരാട് കോഹ്ലിയുടെ സൈഡ് പ്രൊഫൈൽ വിരാട് കോഹ്ലി പോലും എനിക്ക് ആ താടിയൊക്കെ. പക്ഷെ പുള്ളിയാണ് ഇതിൽ. കുര്യച്ചൻ ആ ആക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സിനിമ തുടങ്ങി കുറേ കഴിയുമ്പോൾ പുള്ളി റിവീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് പോകണ്ടെന്ന് വെച്ചാൽ ആളെ പറയാത്തത്. പക്ഷെ അത് കുറച്ചും കൂടെ നല്ല ബെറ്റർ കാസ്റ്റിംഗ്. എന്നാലും അതൊന്നും സിനിമയെ ബാധിക്കുന്നില്ല കേട്ടോ. പക്ഷേ ബെറ്റർ കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പടച്ചേനെ. പിന്നെ ഇതിൽ ഡോഗീസ്, ലോട്ട്സ് ഓഫ് ഡോഗീസ്. പിന്നെ അറിയാലോ ഇവർ ഈ കേരള ക്രൈം ഫയൽ 2 തന്നെ കിഡുമായിട്ട് പട്ടികൾ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഇതിനകത്ത് വരുന്നത് പാരസാന പട്ടികൾ. ഈ സിനിമയിൽ ഒരു മലേഷ്യൻ കണക്ഷൻ ഉണ്ട്. ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മലേഷ്യയിൽ നിന്നുള്ളതാണ്. അപ്പോൾ മിയാറ മോമിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രായമായിട്ടുള്ള സ്ത്രീ അഭിനയിച്ചിരിക്കുന്നത് ഗംഭീര ആക്ടിംഗ് ആണ്. അവരുടെ ഡബ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഏതോ ആളാണ്. എനിക്ക് നല്ല ഫെമിലിയറാണ് ആ വോയിസ്. പക്ഷേ എനിക്ക് ആളെ കിട്ടുന്നില്ല. ഭയങ്കര ഫെമിലിയർ വോയിസ്. ഡബ്ബിങ്ങും നന്നായിട്ടുണ്ട്. അവർ കിട്ടില്ല സെറ്റിൽ ആക്ടിങ്. അവരുടെ പ്രത്യേകിച്ച് ഇത് ഈ ബാഹുൽ രമേശിൻ്റെ ഡയലോഗ്സ് അങ്ങനത്താണ്. കുറുക്കിയ കാച്ചിക്കുറുക്കിയ ഡയലോഗ്സാണ്. ഓരോ ഡയലോഗ്സിൽ നമുക്ക് സാധനം കിട്ടാം. സാധനമാക്കുമ്പോഴേക്ക് ഗംഭീര ഡയലോഗ്സ് ഉണ്ട്. സിംഷി ഫെയ് എന്ന് പറഞ്ഞ വേറൊരു ഒരാളാണ് അവരുടെ യങ് കാലഘട്ടം അഭിനയിച്ചിരിക്കുന്നത്. അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം പടത്തിൻ്റെ ആ ഒരു ലേസ് എങ്ങനെ, അതിൻ്റെ മൂഡ് എങ്ങനെയാണ്, അതിനനുസരിച്ച് എല്ലാവരും ഫിറ്റാണ്. സഹീർ മുഹമ്മദ് പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജിത്ത് ശേഖർ, ബിനു പപ്പുവിൻ്റെ ഒക്കെ അറിയാലോ, പുള്ളി അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കിടും. സിനിമയുടെ കഥ നടക്കുന്നത് അറ്റ് പ്രസൻ്റ് അല്ല, കുറേ പുറകോട്ടാണ്, പീരീഡ് കുറച്ച് പുറകോട്ടാണ്. അത് ആ രീതിക്ക് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാടും മലയായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, കാലഘട്ടം കാണിക്കാൻ ഈസിയാണ്. പിന്നെ മലേഷ്യ അങ്ങനെയൊക്കെ കാണിച്ചപ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ് കോഡ് പരിപാടിയൊക്കെ, പിന്നെ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ, പഴയ അംബാസഡർ കാറ്, അങ്ങനത്തെ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ടുവേർഡ്സ് ക്ലൈമാക്സ് ആയപ്പോഴേക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കൊണ്ടേ. പിന്നെ മേക്കിംഗ് ഓഫ് കോഴ്സ് കിട്ടലോ ഡയറക്ഷനാണ്. അപ്പോൾ അതിങ്ങനെ മുറുകി ഇങ്ങനെ വരും, അങ്ങനെ ടൈറ്റായി വരും. അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും ഒരു ഇത് എന്താണെന്നുള്ളൊരു സാധനം അതിലിങ്ങനെ കൊണ്ടെത്തിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞത് അൾട്ടിമേറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, വേൾഡ് ക്ലാസ്. ആരെ വേണമെങ്കിൽ കൊണ്ടുപോയി കാണിച്ചോ, ദിസ് മലയാള സിനിമ കൊണ്ടുപോയി കാണിച്ചോ. സോ ബാഹുൽ രമേശും ദിൻജിത്ത് അയ്യന്താനും ടീമപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് ഫിലിമിന് വേണ്ടി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഐ വിൽ ബി വെയിറ്റിംഗ്. കാരണം അതുപോലത്തെ ക്ലാസ് റൊമാൻസിഫിക്കേഷൻ സാധനങ്ങളിലെ പടച്ചു വിടുന്നേ.